IRGC അടക്കമുള്ള IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിനെ 33 സ്വതന്ത്ര കമാൻഡുകളായി വിഭജിക്കുകയും അവര് ഒരു കേന്ദ്രീകൃത കമാൻഡ് ഇല്ലാതെ തന്നെ വിവിധ മേഖലയിലേക്ക് മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ടെഹ്റാനിലും ഇറാനിലെ എല്ലാ പ്രോവിൻസുകളിലും ചെറുനഗരങ്ങളിലും ഒക്കെ മാരകമായ ബോംബിംഗ് അമേരിക്കയും ഇസ്രായേലും നടത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ നമുക്ക് വിശകലനത്തിന് ആവശ്യമായ ഡാറ്റ ലഭിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രംപിന്റെ പ്രസ്താവനകൾ നമുക്ക് വേറൊരു അർത്ഥത്തിൽ കാണണം. IRGCയുടെ പ്രസ്താവനകളിലൊക്കെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ടൈംസിനനുസരിച്ച് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അത്തരത്തിൽ ഒരു നില സ്വീകരിക്കാൻ അവർക്ക് എത്രമാത്രം കഴിയും എന്നുള്ളത് പ്രശ്നമാണ്. ആ രാജ്യം എപ്പോഴും വളർന്നപ്പോഴാണ് അവരുടെ ഏത് മേഖലയിലും അമേരിക്കയും ഇസ്രായേലിലും ആക്രമണം നടത്താൻ പറ്റുന്ന സാഹചര്യമുണ്ട് എവിടെ വേണമെങ്കിലും. അതുകൊണ്ട് പ്രതിരോധം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം 0 മാത്രമാണ്. പിന്നെ അവർക്ക് റിച്ച് ടാർഗറ്റ്സ് ഉണ്ട്. അത് ഗൾഫ് മേഖലയിലെ ഏത് രാജ്യങ്ങളിലേക്കും മിസൈൽ അയക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. മിസൈലുകൾ ഡ്രോൺ ആക്രമണം നടത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ പ്രത്യാക്രമണത്തിനുള്ള ശേഷി നിലനിർത്തുമ്പോൾ തന്നെ പ്രതിരോധിക്കാനുള്ള യാതൊരു സാധ്യതയും ശക്തിയും ഇല്ലാതായി അവർ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എത്രമാത്രം ഈ യുദ്ധം മുന്നോട്ട് പോകും എന്നുള്ളത് പ്രശ്നമാണ്. അവിടെയാണ് ഹോർമൂസ് കടലെടുത്ത് പ്രസക്തമാവുന്നത്. ഹോർമൂസ് മേഖലയിൽ ഖാർഗ് ഐലൻഡ് പിടിച്ചെടുത്തുകൊണ്ട് ഹോർമൂസിന്റെ നിയന്ത്രണം കൈപ്പിടിയിലാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനുള്ള ഒരു മുന്നോടിയായിട്ട് വേണം ഇപ്പോൾ ഈ തന്ത്രപരമായ പിൻവാങ്ങലെന്നോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നീക്കമെന്നൊക്കെ പറയാവുന്ന ട്രംപിന്റെ പ്രസ്താവനയെ കാണാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.